നമസ്കാരം. ലേറ്റ് എഡിഷൻ തുടങ്ങുന്നു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. പയ്യോളി സ്വദേശിനിയായ 58-കാരിയാണ് മരിച്ചത്. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷഹദ്, വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം സ്ഥിരീകരിക്കുന്നു. അതും മലബാർ മേഖലയിൽ തന്നെയാണ്. എന്താണ് വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും അമീബിക് മരണം ജില്ലയിൽ സ്ഥിരീകരിക്കുന്നത്. അതായത് ഇന്ന് ഒരു മാസക്കാലമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പയ്യോളി തുറയൂർ ചൂരക്കണ്ട് വയൽ നെടുകുനിത്താഴത്ത് സരസു എന്ന് പറയുന്ന 58-കാരിയാണ് മരിച്ചിട്ടുള്ളത്. ഇവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസക്കാലമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് ഈ അസുഖം മൂർച്ഛിക്കുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നത്. വാർദ്ധക്യ സഹജമായിട്ടുള്ള മറ്റസുഖങ്ങളും ഇവർക്കുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇത്തരത്തിൽ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറെ അധികം ആളുകൾ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പലരും ഭേദമാവുകയും ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് മുൻപത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് മരണങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇതെവിടെ നിന്നാണ് ഈ രോഗം തുടർച്ചയായി പടരുന്നതെന്നും ഇത്തരത്തിൽ ഈ ജലത്തിലോ അല്ലെങ്കിൽ കുളത്തിലോ ഒന്നും ഇത്തരത്തിൽ ഇറങ്ങാതെ തന്നെ പലർക്കും അസുഖം ബാധിക്കുന്നു എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ ഇതിനിടയിലൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ രോഗം എവിടെ നിന്നാണ് സ്ഥിരീകരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത കൈവന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരത്തിൽ യാതൊരുവിധ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും ഇത്തരത്തിൽ ഈ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. പയ്യോളി സ്വദേശിയായിട്ടുള്ള സരസു 58 ഇപ്പോൾ മരിച്ചതായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രജിത്ത്. ശരി, ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടർ നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ.പി. ശങ്കരദാസും എൻ. വിജയകുമാറും നൽകിയ മൊഴി SIT പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തില്ല. അതേസമയം A. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുണ്ടെന്നാണ് SITയുടെ സംശയം. ഇത് വ്യക്തമാക്കുന്ന രേഖകൾ പത്മകുമാറിന്റെ വീട്ടിലെ റെയ്ഡിൽ പിടിച്ചെടുത്തെന്നാണ് വിവരം. പത്മകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ചും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. A. പത്മകുമാറിൽ മാത്രം അന്വേഷണം ഒതുങ്ങില്ലെന്നാണ് SIT നൽകുന്ന സൂചന. ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള K.P. ശങ്കരദാസും N. വിജയകുമാറും SIT നിരീക്ഷണത്തിലാണ്. എല്ലാം A. പത്മകുമാർ മാത്രം തീരുമാനിച്ചതെന്നായിരുന്നു ഇരുവരുടെയും മൊഴി. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഏൽപ്പിക്കുന്നതിൽ ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനമെടുത്തില്ലെന്നും എന്നാൽ പിന്നീട് ദേവസ്വം മിനിറ്റ്സിൽ കൃത്രിമമായ തീരുമാനമായി വന്നുവെന്നും ഇവർ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇരുവരെയും തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്തേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് പരിചയപ്പെടുത്തിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ആറന്മുളയിലെ A. പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് സാമ്പത്തിക രേഖകളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ടെന്നാണ് SITയുടെ സംശയം. ഇത് തെളിയിക്കുന്ന റിയൽ എസ്റ്റേറ്റ് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇരുവരും ചേർന്ന് പത്തനംതിട്ടയിൽ ഭൂമിയും വ്യാപാര സ്ഥാപനങ്ങളും വാങ്ങി. അസ്വാഭാവികമായ സാമ്പത്തിക നേട്ടം പത്മകുമാറിന് ലഭിച്ചെന്നും SIT വിലയിരുത്തുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് A. പത്മകുമാറിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിത്യസന്ദർശകനായിരുന്നുവെന്നും ചില അവസരങ്ങളിൽ പത്മകുമാറിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെന്നും SIT സ്ഥിരീകരിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. ഓരോ ദിവസത്തെയും തീർത്ഥാടകരുടെ എണ്ണമനുസരിച്ചായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിക്കുക. ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഓരോ ദിവസത്തെയും സ്പോട്ട് ബുക്കിംഗ് പ്രത്യേക കമ്മിറ്റി നിയന്ത്രിക്കും. ന്യൂനതകൾ പരിഹരിച്ച് ശബരിമല തീർത്ഥാടനം സുഗമമാക്കാനാണ് പമ്പയിൽ മന്ത്രി VN വാസവൻ അടിയന്തര യോഗം വിളിച്ചത്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. പോലീസ് ചീഫ് കോർഡിനേറ്റർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ കമ്മീഷണർ എന്നിവർ അടങ്ങുന്നതാണ് സമിതി. നിലവിൽ 18-ാം പടിയിൽ ഒരു മിനിറ്റിൽ ശരാശരി 70 പേരാണ് കയറുന്നത്. അത് 85 ഉയർത്തും. അതിലൂടെ കൂടുതൽ പേർക്ക് ദർശനത്തിന് അവസരം ലഭിക്കും. പരിചയസമ്പന്നരായ കൂടുതൽ പോലീസുകാരെ നിയോഗിക്കും. എല്ലാ ദിവസവും സന്നിധാനത്ത് ADMന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് പ്രതിനിധിയും പോലീസ്, ആരോഗ്യം, ഫയർഫോഴ്സ്, വനം, വാട്ടർ അതോറിറ്റി, പൊതുമരാമത്ത് എന്നിവരുടെ സംയുക്ത യോഗം ചേരും. ചർച്ചയിൽ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കും. നിലയ്ക്കലിലെ പാർക്കിംഗ് സ്ഥലം പൂർണ്ണമായും ഉപയോഗിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കും. യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസവേതനത്തിന് ആളുകളെ ക്ഷണിച്ച് ദേവസ്വം ബോർഡ് പരസ്യം പ്രസിദ്ധീകരിച്ചു. പമ്പ, നിലയ്ക്കൽ, എരുമേലി എന്നിവിടങ്ങളിലേക്കാണ് ആളുകളെ എടുക്കുന്നത്. ആകെ 300 പേരെയാണ് നിയമിക്കുക.
അതേസമയം ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് തുടരുകയാണ്. ഇന്ന് ഉച്ചവരെ 50,000 പേർ ദർശനം നടത്തി. ഇന്നലെ 86,000 പേരാണ് ദർശനത്തിനായി എത്തിയത്. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകർ അവർക്ക് അനുവദിച്ച സമയം കൃത്യമായി പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു. സുരക്ഷയ്ക്കായി 140 അംഗ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ഇന്ന് സന്നിധാനത്തെത്തി. 24 പത്തനംതിട്ട. ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ സംഭവത്തിൽ അന്വേഷണം തുടങ്ങി വ്യോമസേന. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായി ദുബായ് ഏവിയേഷൻ അധികൃതരുടെ സഹായം തേടി. ദുബായ് എയർ ഷോയ്ക്കിടെ അപകടമുണ്ടായതിന് പിന്നാലെ സംഭവത്തിൽ കോർട്ട് ഓഫ് എൻക്വയറി വ്യോമസേന പ്രഖ്യാപിച്ചിരുന്നു. എയർ മാർഷൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായി ദുബായ് ഏവിയേഷൻ അധികൃതരുടെ സഹായം വ്യോമസേന തേടി. പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള വീഡിയോകൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. ദുബായ് സമയം ഉച്ചയ്ക്ക് 2:10 വ്യോമാഭ്യാസത്തിനിടെയാണ് അപകടമുണ്ടായത്. നെഗറ്റീവ് G അഭ്യാസം പൂർത്തിയാക്കി മുകളിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. അപകടത്തിൽ വീരമൃത്യു വരിച്ച വ്യോമസേന പൈലറ്റ് വിംഗ് കമാൻഡർ നമൻ സ്യാലിന്റെ മൃതദേഹം ഉടൻ ഡൽഹിയിലേക്ക് എത്തിക്കും. തുടർന്ന് ജന്മനാടായ ഹിമാചൽ പ്രദേശിലെ കാംഗ്ഡയിലെത്തിച്ച് കുടുംബത്തിന് കൈമാറും. കൊൽക്കത്തയിൽ പരിശീലനത്തിലായിരുന്ന ഭാര്യ വിംഗ് കമാൻഡർ അഫ്സാനയടക്കമുള്ള കുടുംബാംഗങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചു. 24 ഡൽഹി. ജമ്മുകശ്മീർ പൂഞ്ചിൽ മലയാളി സൈനികന് വീരമൃത്യു. ഒതുക്കുങ്ങൽ സ്വദേശി സുബേദാർ സജീഷ് കെ ആണ് മരിച്ചത്. രജൌരിയിൽ പട്രോളിംഗിനിടെ കൊക്കയിൽ വീണായിരുന്നു അപകടം. മൃതദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചു. നാളെയാണ് പൊതുദർശനം. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതോടെ ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം 98,451 കുറഞ്ഞു. 2,261 നോമിനേഷനുകളാണ് സംസ്ഥാനത്ത് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ പത്രികകൾ തള്ളിയത്. തിരുവനന്തപുരത്ത് 527 നോമിനേഷനുകൾ തള്ളി. കോട്ടയത്ത് 401 നോമിനേഷനും തള്ളിയിട്ടുണ്ട്. ആകെ 1,40,995 നാമനിർദ്ദേശ പത്രികകളാണ് അംഗീകരിച്ചത്. അന്തിമ കണക്ക് നാളെയോടെ ലഭ്യമാകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ 9 ഇടങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല. മലപ്പട്ടം, കണ്ണപുരം പഞ്ചായത്തുകളിലും ആന്തൂർ നഗരസഭയിലും LDF സ്ഥാനാർത്ഥികൾക്ക് എതിരാളികളില്ല. CPIM ഭീഷണി കാരണമാണ് ആന്തൂർ നഗരസഭയിൽ എല്ലായിടത്തും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റാത്തതെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു. മലപ്പട്ടത്തെ റിട്ടേണിംഗ് ഓഫീസറെ മാറ്റണമെന്ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. കണ്ണപുരം പഞ്ചായത്തിൽ 4ഇടത്താണ് LDFന് എതിരാളികളില്ലാത്തത്. 13-14 വാർഡുകളിൽ UDFും NDAയും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. 10ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. 3ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. മലപ്പട്ടം പഞ്ചായത്തിൽ അടവാപ്പുറം നോർത്തിലും സൗത്തിലും LDF സ്ഥാനാർത്ഥി മാത്രമായിരുന്നു പത്രിക നൽകിയത്. കോവന്തലയിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ പഞ്ചായത്തിൽ 3ഇടത്ത് LDFനെതിരില്ല. ആന്തൂർ നഗരസഭയിലെ മൊറാഴ വാർഡിൽ മത്സരിക്കുന്ന K രജിത, പൊടിക്കുണ്ട് വാർഡിലെ K പ്രേമരാജൻ എന്നിവർക്കും എതിരാളികളില്ല. UDF സ്ഥാനാർത്ഥികളെ CPM ഭയപ്പെടുത്തുന്നുവെന്ന DCC പ്രസിഡന്റ്. CPIM എതിർപ്പ് മാത്രം കണക്കിലെടുത്താണ് തന്റെ പത്രിക തള്ളിയതെന്ന് മലപ്പട്ടത്തെ UDF സ്ഥാനാർത്ഥി. എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും അതിലെ 2 സ്ഥലത്ത് നിരന്തരമായ ഭീഷണി കൊണ്ട് 2 സ്ഥലങ്ങളിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം എല്ലാവരെയും ഞങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ വീടുകളിലൊക്കെ അതിന് ബേക്കിലേ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അന്ന് ആ നോമിനേഷൻ 2 കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാസർഗോഡ് മടിക്കൈ പഞ്ചായത്തിലെ ബങ്കളം 10ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിക്കും മംഗൽപാടി പഞ്ചായത്തിലെ 24ാം വാർഡിൽ UDFനും എതിരാളികളില്ല. 24 കണ്ണൂർ. കോട്ടയത്ത് CPIM പാർട്ടി അംഗങ്ങൾ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുകയാണെന്ന് UDF. പാലായിലും ഉടവൂരിലും മാഞ്ഞൂരിലും CPIM ഇത്തരം രീതിയിൽ മത്സരിക്കുന്നതായി UDF കൺവീനർ ഫിൽസൺ മാത്യൂസ് ആരോപിച്ചു. മാഞ്ഞൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും LDF മത്സരിക്കുന്നുണ്ട്. CPIMന് 8 സീറ്റാണ് ഉള്ളത്.
ഒരു സീറ്റിലാണ് CPM ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. 7 സീറ്റിലും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. പാലാ നഗരസഭ പേരിന് കഴിഞ്ഞ തവണ ഒരാൾ മത്സരിച്ചിരുന്നു. ഇത്തവണ ഒരാൾ പോലും, അതിലും CPMന്റെ ആളുകൾ മത്സരിക്കുന്നുണ്ട്. അവരുടെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ട്. അവരുടെ ചിഹ്നത്തെ ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഭയമാണ്. ആളുകൾ വെറുക്കുന്നു എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി എന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിലെ നിരണം പഞ്ചായത്ത് പിടിച്ചടക്കാൻ കച്ചമുറുക്കി 2020. പഞ്ചായത്തിലെ 14 വാർഡുകളിൽ 13ലും ഇക്കുറി സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടുണ്ട് പാർട്ടി. എന്നാൽ 2020 തരംഗം ഉണ്ടാക്കില്ലെന്നാണ് LDFന്റെയും UDFന്റെയും കണക്കുകൂട്ടൽ. വനിതകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് പാർട്ടിയുടേത്. പഞ്ചായത്തിലെ 14 വാർഡുകളിൽ 13ലും മത്സര രംഗത്തുണ്ട് 2020. വനിതകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് സ്ഥാനാർത്ഥി പട്ടിക. മാങ്ങാ ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കിഴക്കമ്പലമടക്കം 4 പഞ്ചായത്തുകളാണ് 2020 ഭരിക്കുന്നത്. ഈ മാതൃകയിൽ നിരണം പിടിക്കാമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറുമെന്നും നിരണത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്നും പഞ്ചായത്ത് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സോമനാഥൻ പിള്ള. 4 പഞ്ചായത്തിൽ 2020 ഭരിക്കുന്നിടത്ത് കമ്മിയായിരുന്ന ബഡ്ജറ്റ് ഇന്ന് 30 കോടിക്ക് മേളിൽ മിച്ചമാണ്. എന്തുകൊണ്ട്? അവിടെ പ്രത്യേകിച്ച് ഫണ്ട് പുറത്തുനിന്നൊന്നും വന്നിട്ടില്ല. അവിടെ അഴിമതിയില്ലാത്ത ഒരു ഭരണം കാഴ്ചവെച്ചതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം. 2020 പഞ്ചായത്തിൽ ഭീഷണിയാകില്ലെന്നാണ് ഇടതു വലതു മുന്നണികളുടെ കണക്കുകൂട്ടൽ. 2020 നിരണം പോലൊരു പ്രദേശത്ത് ഞങ്ങൾക്കൊരു ഭീഷണിയല്ല. കാരണം ഇത് അപ്പർ കുട്ടനാടാണ്. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഒരുപാട് സമര പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ന് ഈ കാണുന്ന നേട്ടങ്ങളൊക്കെ ഞങ്ങൾ നിരണത്ത് നേടിയെടുത്തത്. തികച്ചും സത്യസന്ധമായ രീതിയിൽ ആത്മാർത്ഥതയോടെ ഓരോരുത്തരും ഈ 14 വാർഡുകളിലും പ്രവർത്തിച്ച് എല്ലാ വാർഡുകളിലേക്കും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ ആയി എന്നുള്ളത് 2020 അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. 2020 കൂടി കളത്തിലിറങ്ങുന്നതോടെ ശക്തമായ ചതുഷ്കോണ മത്സരത്തിനാവും ഇക്കുറി നിരണം സാക്ഷിയാവുക. 24 പത്തനംതിട്ട. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി നീട്ടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും നിശ്ചയിച്ച സമയത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും പ്രതികരണം. മാനുഷിക പരിഗണന പോലും നൽകാതെ SIR അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ലെന്ന് CPIM വ്യക്തമാക്കി. പാർട്ടി ഗ്രാമങ്ങളിൽ നിർഭയം പ്രവർത്തനം നടത്താൻ BLOമാർക്ക് സംരക്ഷണം നൽകണമെന്ന് BJP ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ SIR നടപടികൾ മാറ്റിവെക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് BJP ഒഴികെയുള്ള പാർട്ടികൾ. കണ്ണൂരിലെ BLO അനീഷ് ജോർജിന്റേത് അസ്വാഭാവികമായ മരണമെന്നും മാനുഷിക പരിഗണന പോലും നൽകാതെ SIR അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ലെന്നും CPIM. മാനുഷികമായ പരിഗണന പോലും നൽകാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ല. BLOമാർക്ക് ആവശ്യമായ പരിശീലനം ലഭിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയ പാർട്ടി യോഗം വിളിച്ചതിനു ശേഷം ഞാൻ എന്റെ വഴിക്കേ പോകൂ എന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നും കോൺഗ്രസ്. BLOമാർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അപ്പൊ CEO പറയുന്നത് എല്ലാ DEOമാർക്കും EROമാർക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരാളിനും ഇതുവരെ കിട്ടിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവാസികളുടെ കാര്യം പരിഗണിക്കുന്നു പോലുമില്ലെന്ന് മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു. രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കുന്നതിന് സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് SIRനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP. ഈ രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് SIR അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അതാണ് ഗൗരവമായിട്ട് എടുക്കുന്നത്. ഷെഡ്യൂൾ ചെയ്ത സമയത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും കൂട്ടിച്ചേർക്കലുകൾക്ക് ഒരുപാട് സമയമുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഇലക്ഷൻ കമ്മീഷനുടെ ഒരു മാൻഡേറ്റ് അനുസരിച്ചിട്ട് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് പ്രൊസീജിയറലി എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ട് നമുക്ക് ഒരു എനുമറേഷൻ ഫേസ് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് വിശ്വാസമുള്ളത്. എല്ലാ നടപടിക്രമങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. കൊല്ലം കറവൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രികന് പരിക്ക്. കറവൂർ ഓലപ്പാറ സ്വദേശി രാധാകൃഷ്ണ പിള്ളയ്ക്കാണ് പരിക്കേറ്റത്. അലിമുക്ക് അച്ചൻകോവിൽ റോഡിൽ കറവൂരിൽ വെച്ചായിരുന്നു ആക്രമണം. പരിക്കേറ്റ രാധാകൃഷ്ണ പിള്ളയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇത് ആന താഴെ നിൽക്കുമായിരുന്നു. ഞാനെല്ലാം ശ്രദ്ധിച്ചല്ലേ, മരം നിൽക്കുന്നതുകൊണ്ട് കറക്റ്റ് കാണാൻ പറ്റത്തില്ലല്ലോ. അതല്ല, സന്ധ്യ ആയില്ലേ, സന്ധ്യ ആയതുകൊണ്ട് കാണാനും പറ്റില്ല. വണ്ടിക്ക് പെട്ടെന്ന് റോട്ടിലല്ല ഉണ്ടോ. അപ്പോൾ വണ്ടി എടുത്തിട്ട് ചെന്നപ്പോൾ ആന ചാടി കയറി മേൽ റോഡിലോട്ട് വന്ന് എൻ്റെ ഒരൊറ്റ തട്ടായിരുന്നു. ഞാൻ ബൈക്കിൽ വരുമായിരുന്നു. ബൈക്കിൽ ഞാൻ അങ്ങോട്ട് അങ്ങ് ഓടയ്ക്കകത്ത് പോയി. പിന്നെ അതുവഴി വന്ന് 2 ബൈക്കുകാർ എന്നെ പിടിച്ച് ബൈക്കും മേളിൽ കയറ്റിയിട്ട്
എന്നെ ചെക്ക് പോസ്റ്റ് വിട്ടിട്ട് അവർ അവിടെ പോയി സ്പോട്ട് പോയി കണ്ടിട്ട് ചെക്ക് പോസ്റ്റ് വന്ന് എന്നെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. പൂജ ബമ്പർ ലോട്ടറി ടിക്കറ്റിൽ 12 കോടി രൂപയുടെ ഒന്നാം സമ്മാനം പാലക്കാട് വിറ്റ ടിക്കറ്റിന് എസ് സുരേഷ് വിറ്റ JD 545542 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. ഭാഗ്യശാലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാതൃകാ പെരുമാറ്റച്ചടങ്ങ് നിലനിൽക്കുന്നതിനാൽ ഔദ്യോഗിക ചടങ്ങുകളില്ലാതെയായിരുന്നു നറുക്കെടുപ്പ്. പാലക്കാട് വിറ്റ JD 545542 എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. മൂന്നാഴ്ച മുൻപാണ് സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റുപോയതെന്നും ടിക്കറ്റ് എടുത്തത് പ്രദേശവാസികളിൽ ആരെങ്കിലും ആകാനാണ് സാധ്യതയെന്നും കിങ് സ്റ്റാർ ലോട്ടറി ഉടമ പറഞ്ഞു. 100% പാലക്കാട് തന്നെയാണ്. പാലക്കാട് ആരോ ഒരു ചില്ലറ വിൽപ്പന ഇവിടെ വന്നു 22-ാം തീയതിയാണ് ടിക്കറ്റ് ഇട്ടിരിക്കുന്നത്. റീറ്റെയിലിൽ ചില്ലറ വിൽപ്പനയിലൂടെ ടിക്കറ്റ് പോയിരിക്കുന്നത് എന്തായാലും പാലക്കാടുള്ള ആരോ ഒരു വ്യക്തിക്കാണ്. അത് യാതൊരു മാറ്റമില്ല. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കും, മൂന്നാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം 10 പേർക്കും ലഭിച്ചു. കൂടാതെ നാലാം സമ്മാനമായി 3 ലക്ഷം രൂപ വീതം 5 പരമ്പരകൾക്കും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം രൂപ വീതം 5 പരമ്പരകൾക്കും ലഭിച്ചു. ആകെ 3,32,130 സമ്മാനങ്ങളാണ് പൂജ ബമ്പറിനുള്ളത്. 24 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ വെർച്വൽ തട്ടിപ്പിലൂടെ വൃദ്ധ ദമ്പതികൾക്ക് നഷ്ടമായത് 1 കോടിയിലധികം രൂപ. മല്ലപ്പള്ളി സ്വദേശി ഷേർലി ഡേവിഡ്, ഭർത്താവ് ഡേവിഡ് P. മാത്യു എന്നിവരാണ് വെർച്വൽ തട്ടിപ്പിന് ഇരയായത്. സംഭവത്തിൽ കീഴ്വായ്പൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഈ മാസം 18-നാണ് അജ്ഞാത ഫോണിൽ നിന്നും ഷെർലി ഡേവിഡിന് ആദ്യം കോൾ വന്നത്. മുംബൈ ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞു വിളിച്ചയാൾ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വെർച്വൽ അറസ്റ്റിലാണെന്നും പറഞ്ഞ പല തവണകളിലായി പണം തട്ടിച്ചെടുക്കുകയായിരുന്നു. ഫോൺ വിളിച്ചയാൾ ഒരു ഫോൺ നമ്പർ പറയുകയും ഈ നമ്പർ നിങ്ങളുടെ പേരിലുള്ളതാണെന്നും അതിനെതിരെ ആളുകൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും ചെമ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യമെടുക്കണമെന്നും പറഞ്ഞു. അല്ലെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വാറണ്ട് അയച്ച് അറസ്റ്റ് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി. 1 മിനിറ്റ് കഴിഞ്ഞ മറ്റൊരു ഫോൺ നമ്പറിൽ നിന്നും വിളിച്ച് നിങ്ങളുടെ പേരിൽ നരേഷ് ഗോയലിൻ്റെ അക്കൗണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് ആ കേസിലും പ്രതിയാണെന്നും പറഞ്ഞ ദമ്പതികളെ ഭീഷണിപ്പെടുത്തി. 1.40 കോടി രൂപയാണ് ദമ്പതികൾക്ക് ആകെ നഷ്ടമായത്. പണം നഷ്ടപ്പെട്ട ദമ്പതികളും കുടുംബവും അബുദാബിയിൽ താമസക്കാരാണ്. കഴിഞ്ഞ 8-ാം തീയതിയാണ് ഇവർ നാട്ടിൽ വന്നത്. സംഭവത്തിൽ കീഴ്വായ്പൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 24 പത്തനംതിട്ട. സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഓപ്പോയുടെ ഏറ്റവും പുതിയ ഫ്ളാഗ്ഷിപ്പ് മോഡലായ ഓപ്പോ ഫൈൻഡ് എക്സ് സീരീസിന്റെ ഇന്ത്യയിലെ ഒഫീഷ്യൽ ലോഞ്ചും ആദ്യ വിൽപ്പനയും കോഴിക്കോട് നടന്നു. മൈജിയും ഓപ്പോയും സംയുക്തമായി സംഘടിപ്പിച്ച മൈജി ഓപ്പോ ഗ്രാൻഡ് സ്റ്റേജ് പ്രോഗ്രാമിൽ സിനിമാ താരം അപർണ ബാലമുരളി ഫോൺ ലോഞ്ച് ചെയ്തു. ചടങ്ങിൽ മൈജി ചെയർമാൻ AK ഷാജി, ഓപ്പോ വൈസ് പ്രസിഡന്റ് പ്രവീൺ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ പ്രീ ബുക്ക് ചെയ്ത 20-ൽ പരം ഉപഭോക്താക്കൾക്ക് ഫോണുകൾ കൈമാറി. MediaTek Dimensity 9500 പ്രോസസ്സറുമായി വരുന്ന ഓപ്പോ ഫൈൻഡ് എക്സ് 9 സീരീസ് അതിവേഗ അപ്ലോഡിംഗ്, മൾട്ടി ടാസ്കിംഗ്, ഗെയിമിംഗിൽ ലാഗ് ഫ്രീ പ്രകടനം എന്നിവ നൽകുന്നു എന്ന് കമ്പനി പ്രതിനിധികൾ അവകാശപ്പെടുന്നു. മജിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളാണ്. മജിയുടെ 20-ാം ആനിവേഴ്സറി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇന്ത്യയിലെ ഓപ്പോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ X9ൻ്റെ ലോഞ്ച് ഇവിടെ നടത്താൻ നമുക്ക് സാധിച്ചത്. കഴിഞ്ഞ 10-ലധികം വർഷമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ഓപ്പോയായിട്ട്. ഓപ്പോയുടെ എല്ലാ മോഡലുകളും കഴിഞ്ഞ 10 വർഷമായിട്ട് മൈജിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. ഫൈൻഡ് X9 series is giving that and its model is also absolutely amazing. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഓപ്പോ വാങ്ങിയിട്ടുള്ള ഒരാളാണ്, അതിൻ്റെ ആദ്യകാലങ്ങളിൽ വാങ്ങിയിട്ടുള്ള ഒരാളാണ്. സോ seeing the updation is truly amazing. So I'm extremely proud to be a part of this grand launch. തിരുവനന്തപുരം നഗരമധ്യത്തിൽ നടന്ന 18 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതികളുടെ തെളിവെടുപ്പ് നടത്തി. മുഖ്യപ്രതി അജിനെയും 3-ാം പ്രതി കിരണിനെയും തൈക്കട്ടെ സംഭവസ്ഥലത്തെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. വൈകുന്നേരം 5 മണിയോടെയായിരുന്നു മോഡൽ സ്കൂളിന് സമീപത്ത് കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് പ്രതികളുമായി തെളിവെടുപ്പ്. നിലവിൽ 7 പ്രതികളാണ് പിടിയിലായത്. അലനെ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തിയ 1-ാം പ്രതി അജിനെയും 3-ാം പ്രതി കിരണിനെയുമാണ് തെളിവെടുപ്പിനായി എത്തിച്ചത്. അലനെ കുത്തിയ ശേഷം പ്രതികൾ ഓടി രക്ഷപ്പെട്ട വഴികളിലെത്തിച്ചും തെളിവെടുത്തു. കൊലപാതകത്തിന് ശേഷം മുഖ്യപ്രതി അടക്കം ഒളിവിൽ കഴിഞ്ഞിരുന്ന കാട്ടാക്കട അടക്കമുള്ള സ്ഥലങ്ങളിലെത്തിച്ച് രാവിലെ തെളിവ് ശേഖരിച്ചിരുന്നു. കേസിലാകെ 7 പ്രതികളാണുള്ളത്. ഇതിൽ അജിനടക്കമുള്ള 5 പേർ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെയാണ് കീഴടങ്ങിയത്. പിടിയിലായ പ്രതികളിൽ ഒരാൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ ജുവനൈൽ ഹോമിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നാളെ വൈകിട്ട് 5 മണിവരെയാണ് മറ്റ് 6 പ്രതികളുടെയും കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത്. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിലുള്ള ആളുമാണ് മുഖ്യപ്രതി അജിൻ.
തൈക്കാട് മോഡൽ സ്കൂളിലെ 9-10 ക്ലാസ്സിലെ കുട്ടികൾ തമ്മിൽ ഫുട്ബോൾ മത്സരത്തിനുണ്ടായ തർക്കം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയപ്പോഴാണ് സംഭവമുണ്ടായത്. സ്ഥലത്ത് നിന്ന് മാറിപ്പോകാൻ പറഞ്ഞതിൽ പ്രകോപിതരായ സംഘം അലനെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ആദ്യം ഹെൽമറ്റ് വെച്ചും തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ഇരുമ്പുദണ്ഡ് ഉപയോഗിച്ചും അലനെ ആക്രമിച്ചു. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അജിൻ അലന്റെ ഇടനെഞ്ചിൽ കുത്തുകയായിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.